പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് കോട്ടൂർ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിരുമല ബേസ് ക്യാമ്പിലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ടാണ് അതിരുമല ബേസ് ക്യാമ്പിൽ വന്നത്. അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ അതിരുമലയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതിരുമലയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമുള്ള അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന നമുക്ക് പിറകിൽ കാണുന്ന ഈ ഒരു മലയിലാണ് നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വരുന്നത് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം അവരൊക്കെ ഇവിടെ വന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബേസ് ക്യാമ്പിന് പുറത്താണ് നിൽക്കുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് ബേസ് ക്യാമ്പിനകത്തേക്ക് പോകേണ്ടത്. ആ ബേസ് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കൊരു വഴിയുണ്ട്, അതിലേക്കൂടെ കയറി ഇതിലെ കയറിയാണ് നമുക്ക് അഗസ്ത്യാർകൂടത്തിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ അത്യാവശ്യം അഗസ്ത്യാർകൂടം തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കയറി പോകുമ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥ കിട്ടും. അതേ ഇതുപോലുള്ള മഞ്ഞായിരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് അഗസ്ത്യാർകൂടത്തിലേക്ക് ഇന്ന് പോകണം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു തരണം. അങ്ങനെ തലേദിവസം വരുന്ന യാത്രക്കാർ ഇവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കണം കേട്ടോ. നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ പാക്കേജ് സീസൺ ആണെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടും. അതല്ല സീസൺ സമയത്താണ് വരുന്നതെങ്കിൽ ഫുഡിന് നമ്മൾ തലേ ദിവസമേ ഓർഡർ ചെയ്യണം. അതനുസരിച്ച് മാത്രമാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ കാപ്പി എടുത്തു, അതെല്ലാം കുടിച്ചിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഴയില്ലെങ്കിൽ മാത്രമാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിലേക്ക് ആളെ കയറ്റി വിടുന്നത് കേട്ടോ. അല്ലാതെ ആരെയും കയറ്റി വിടത്തില്ല. മഴയാണെങ്കിൽ ആരെയും അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിലേക്ക് കയറ്റി വിടത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാപ്പി കുടിച്ചിട്ട് നടക്കണം കേട്ടോ. രാവിലെ ബേസ് ക്യാമ്പിൽ നിന്ന് പോകാനായിട്ട് ആൾക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ മുമ്പേ പോയിട്ട് നമ്മുടെ അഗസ്ത്യാർകൂടത്തിന് അപ്പുറത്ത് ചെറിയ പൂജ ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യുന്നത്. ബേസ് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കാട്ടിനുള്ളിലൂടെയാണ് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ യാത്രക്കാരൊക്കെ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും അവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നിൽ പോയിട്ട് നമുക്ക് പൊങ്കാലപ്പാറയിലേക്ക് എത്തണം. അപ്പം കുറച്ച് യാത്രക്കാരൊക്കെ പിറകിൽ നിന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരോടൊപ്പം എനിക്ക് അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ഒരു ചെറിയൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന റൂട്ടിൽ. നമ്മൾ പോകുന്ന കറക്റ്റ് വഴിയുടെ തുടക്കം പോലും ആയിട്ടില്ല. ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഇപ്പുറം മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഇവിടെയാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്, അതിരുമല. അപ്പോൾ അതിരുമല ജംഗ്ഷൻ. അപ്പോൾ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നതും ലോഡ് കൊണ്ടൊക്കെ വരുന്നത്. ഈ വഴിയാണ് ഞങ്ങൾ വരുന്നത്. അതുപോലെ ട്രക്കിംഗ് വഴി വരുന്നത് ഇതിലേ വന്നിട്ട് ഈ കാണുന്ന വഴിയിലൂടെ കുറച്ച് മുമ്പിൽ ഒരു 50 മീറ്റർ മുന്നിലാണ് നമ്മുടെ ക്യാമ്പ് ഷെഡ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് അഗസ്ത്യാർകൂടം പോകേണ്ടത്. അപ്പോൾ അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ചെറിയൊരു ക്ഷേത്രമാണ്, അമ്പലമാണ്. ഞാൻ ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് ഞാൻ അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനി അഗസ്ത്യാർകൂടത്തിൻ്റെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് കാണാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ നടത്തം തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു കുഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങനെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് പാതയിലൂടെ ഇങ്ങനെ ഞാൻ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടുകളൊക്കെ കേട്ടത് കാട്ടിൽ കിളികളുടെ സൗണ്ടൊക്കെയാണ്. പാക്കേജിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും യാത്രക്കാർ വരാറില്ല. ഒരു ദിവസം ഇടവിട്ടാണ് യാത്രക്കാർ വരുന്നത്. സീസൺ ആകുമ്പോൾ എല്ലാ ദിവസവും അഗസ്ത്യാർകൂടത്തേക്ക് യാത്രക്കാർ വരും. അപ്പോൾ പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ യാത്രക്കാരെല്ലാം പുറകിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പതിയെയാണ് യാത്രക്കാരൊക്കെ കയറി പോകുന്നത്. കാരണം ഇന്നും മല കയറിയിട്ട് തിരിച്ച് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ യാത്രക്കാരും വളരെ പതിയായിരിക്കും യാത്ര ചെയ്യുന്നത്. വഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലും അതുപോലെ വേരും ഒക്കെ അടങ്ങിയ വഴികളാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികളിൽ മനോഹരമായിട്ടുള്ള പുഴകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും നമ്മൾ കാണിച്ചു തരാം. എൻ്റെ മുന്നിലൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ രാവിലെ എൻ്റെ യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ നമ്മുടെ ഒരു ഗാർഡ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ പിറകിലാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്ത് പോകുന്നത്. കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ യാത്രക്കാരെ ഇതുവരെയും വിട്ടിട്ടില്ല. പിന്നെ നമ്മൾ അഗസ്ത്യാർകൂടത്തിന് യാത്രക്കാരെയും കൊണ്ട് ഗൈഡൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കയറി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. വീഡിയോ കാണുന്ന ആരും ഇങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കല്ലേ. നമ്മൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്ത് പോകുമ്പം ഒരുപാട് സ്ഥലങ്ങളും ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ തോന്നും. അതാണ് ഈ ഒരു വഴികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അഗസ്ത്യാർകൂടം, അതായത് ബോണക്കാട് നിന്നും 14 കിലോമീറ്റർ വനത്തിനുള്ളിലുള്ള ബേസ് ക്യാമ്പ് വരെ വരുന്നതും അതുപോലെ തന്നെ ബേസ് ക്യാമ്പിൽ നിന്നും
നമ്മുടെ അഗസ്ത്യാർകൂടത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നതും മിക്ക ഏരിയകളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. റോഡ് അങ്ങനത്തെ മാർഗ്ഗമില്ല, വെറും കാൽനട മാത്രമാണ്. മൊത്തത്തിൽ 26 കിലോമീറ്ററാണ് കാൽനടയായിട്ട് നമ്മൾ ഈ ഒരു ട്രക്കിങ് യാത്ര ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഇത് കണ്ടോ, നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരു കുഞ്ഞു പുഴയാണ് കേട്ടോ. അതിരിമല ക്യാമ്പ് സെറ്റിൽ നിന്നും നമ്മൾ പോകുന്നിടത്തുള്ള ആദ്യം നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു പുഴയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കുഞ്ഞു കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ആ ഒരു കുഞ്ഞു പുഴയും കയറി നമ്മളിതാ മുന്നിലേക്ക് തന്നെയാണ് എൻ്റെ നടത്തം എന്ന് പറയുന്നത്. ഇതാ മൃഗങ്ങളുടെയൊക്കെ കാൽപ്പാടുകളാണ് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതൊക്കെ എന്തോ മൃഗങ്ങളാണ്, പുലി എന്നാണ് തോന്നുന്നുണ്ടോ, പുലിയുടെ കാൽപ്പാട് എന്തൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ നടക്കാം. എനിക്ക് അധികം ഭയമൊന്നുമില്ല, എന്നാലും പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കയറ്റമാണ് കേട്ടോ. ഇതൊന്നുമില്ല, ഇതൊക്കെ വളരെ കുഞ്ഞു കയറ്റമാണ്. അപ്പോൾ നമ്മളെ മറ്റുള്ള വീഡിയോസിൽ ഒരുപാട് സുഹൃത്തുക്കളും പറയുന്നതാണ് അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഇത്ര ഈ ഒരു സമയത്തും ഒരുപാട് റിസ്ക് എടുത്ത് ഞാൻ അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യുന്നത് കേട്ടോ. പോകുന്ന വഴിയിലിതാ ഒരു മരം വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഇവിടെ ഞാനൊരു സാധനം കാണിച്ചു തരാവേ. അതായത് ഈ കൂണുണ്ടല്ലോ, ഇതാണ്ട കൂണ്, ഇതാ വനത്തിനുള്ളിലെ വ്യത്യസ്തമായിട്ടുള്ള എന്തോ കൂണുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആരും പറിച്ച് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കഴിക്കാൻ പറ്റുന്ന കൂണുകളായിരിക്കാം. ഈ നമ്മുടെ വട്ടമരത്തിലൊക്കെ ഉണ്ടാകുന്ന കൂണുകൾ കഴിക്കാൻ പറ്റും, പക്ഷേ ഇങ്ങനെയുള്ള മരത്തിലുള്ള കൂണുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കാം. വിഷമുള്ള കൂണുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വനവിഭവങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളും ഒക്കെ കാട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്നാൽ വഴിയിൽ ഇതാ ഒരു മരം നിൽക്കണണ്ട. എങ്ങനെയുണ്ട് ഈ ഒരു മരം? ഒരു രക്ഷയില്ലല്ലേ. ആ ഒരു മരത്തിൻ്റെ ആ ഒരു രീതി നോക്കി എങ്ങനെയാണെന്ന് എന്തോ ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ട് എനിക്ക് ഈ ഒരു മരം കണ്ടോ. അതാ മുക്കയും മുഴലയും ഒക്കെയാണ് കണ്ട, ഒരു വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ നിൽക്കുകയാണ് ഈ ഒരു മരം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന്. ഒരുപാട് പൊക്കമുണ്ട് കേട്ടോ, കാണും പോലെയൊന്നുമല്ല, ഭയങ്കര പൊക്കമാണ്. മരം കണ്ടതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കയറുവാണേ. അപ്പോൾ അതാ ഇവിടെ കണ്ട വേരുകളാണ്. അപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ വളരെ സൂക്ഷിച്ച് മാത്രം അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യുക. കാരണം ഇന്ന് വേനലുള്ളതുകൊണ്ട് യാത്രക്കാരെ കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല മഴയാണെങ്കിൽ ഇന്ന് ആരെയും കയറ്റി വിടില്ല. ഈ ഒരു ഭാഗം വഴി കണ്ട എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഭയങ്കര കട്ടർ പിടിച്ച വഴിയാണ് കണ്ട. ഇവിടെ ഇത്രയും കുറച്ച് ദൂരം ഇങ്ങനെ ഭയങ്കര കട്ടറും അതുപോലെ തന്നെ ഭയങ്കര ഓഫ് റോഡ് പോലെ കിടക്കുവാണ്. ഇപ്പോൾ ട്രക്കിംഗ് വഴിയല്ലേ. അപ്പം ട്രക്കിംഗ് വഴി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും വഴികളിൽ കിടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം വരുന്ന യാത്രക്കാർക്ക് കുറച്ച് കഠിനമായിട്ട് ട്രക്കിങ് തോന്നും. അപ്പം അതിനുവേണ്ടി വഴികളൊന്നും വെട്ടിത്തെളിച്ചൊന്നും കൊടുത്തില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ വഴികൾ ഇട്ടേക്കും. താഴെ കാണുന്ന അവിടെ നിന്നാണ് ഞാൻ കയറി വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര കയറ്റം പോലെ തോന്നുന്നുണ്ട്. അതാണ്ട് അവിടെ എത്രയും കണ്ടോ, ഭയങ്കര കട്ടറും കല്ലൊക്കെയാണ്. അപ്പോൾ ഇതൊന്നുമല്ല, ഇതൊക്കെ ചെറിയ തേരികൾ മാത്രമാണ്. ഇനി പോകുന്നിടത്തുണ്ടല്ലോ ഭയങ്കര വലിയ വലിയ തേരികളും കയറ്റങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, വഴികളുണ്ടോ, വഴികളൊക്കെ കിടപ്പുണ്ട് എങ്ങനെയാണെന്ന്. അപ്പം ട്രക്കിംഗ് ചെയ്ത് പോകാൻ പരിചയമില്ലാത്തവർക്കാണെങ്കിൽ ഇതെല്ലാം നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ നമ്മൾ നിരന്തരമായിട്ട് അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്ത് വരുന്നവരായതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വലിയൊരു കഠിനമായിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഈ അഗസ്ത്യ മഹർഷി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ അഗസ്ത്യ മഹർഷി എന്ന് പറയുന്ന മഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ ഒരു അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാണിക്കാർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗക്കാരുടെ കുലദൈവമാണ് അഗസ്ത്യാർകൂടത്തിലെ ഈ അഗസ്ത്യ മഹർഷി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പം ഒരു യാത്ര എന്നുള്ളൊരു മൈൻഡിൽ കൂടെയല്ല ഞാൻ യാത്ര ചെയ്യുന്നത്. അവിടെ പോയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും. ഇതെല്ലാം നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ള മതത്തെയും മറ്റുള്ള എല്ലാ വിഭാഗം മനുഷ്യരെയും ബഹുമാനിക്കുന്ന ഒരാളും കൂടെയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പം അഗസ്ത്യ മഹർഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുലദൈവമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പൂജ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യാത്രകളും ഈ ഒരു പാറയിലേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇവിടെയും കണ്ടോ വഴികളൊക്കെ ഭയങ്കര കല്ലുകൂട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരുന്ന യാത്രക്കാർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ദീർഘമേറിയ ട്രക്കിങ്ങും ഈ ഒരു അഗസ്ത്യാർകൂടമാണ് കേട്ടോ. അതായത് 3 ദിവസത്തെ യാത്രയാണ് അഗസ്ത്യാർകൂടത്തേക്ക്. ആദ്യത്തെ ദിവസം 14 കിലോമീറ്റർ നമ്മൾ കാൽനടയായിട്ട് വന്ന് നമ്മൾ
തുടക്കത്തിൽ കാണിച്ച ആ ഒരു ക്യാമ്പ് ഷെഡിൽ വരണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ക്യാമ്പ് ഷെഡിൽ നിന്നും അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് കയറിയിട്ട് തിരിച്ച് ക്യാമ്പ് ഷെഡിൽ കിടക്കണം. മൂന്നാമത്തെ ദിവസം ക്യാമ്പ് ഷെഡിൽ നിന്നും വണ്ടി എത്തുന്ന 14 കിലോമീറ്റർ അകലെയുള്ള ബോണക്കാട് വരെ യാത്ര ചെയ്ത് പോകണം. അപ്പോൾ അതാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ് ഇത്ര കഠിനമെന്ന് പറയുന്നത്. 3 ദിവസം എന്തായാലും എടുക്കും. എന്ന് കണ്ട ഒരു കുഞ്ഞു പുഴയുണ്ട്. അവിടെ നിന്ന് വരുന്ന പുഴയും പിന്നെ അത് അപ്പുറത്തു നിന്നൊരു കുഞ്ഞു തോടും പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു തോടിലെ പുഴയും കൂടെ ഈ ആ തോടും കൂടെ ചേർന്നിട്ട് അങ്ങ് താഴേക്ക് വലിയ പുഴയായിട്ടാണ് പോകുന്നത് കേട്ടോ. അതാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഈ നെയ്യാറിലേക്ക് ചെന്ന് പതിക്കുന്നത് ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ആറുകളൊക്കെയാണ് കേട്ടോ. അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നതാണ്. എന്ത് രസമാണല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട തോടിൻ്റെ തൊട്ടിപ്പുറത്താണ് അടുത്ത കുഞ്ഞു തോട്. കണ്ടോ, ഒന്നും പറയണ്ട, തോടുകളുടെയൊക്കെ ബഹളമെന്ന് തന്നെ പറയാം. നമ്മൾ ആമല പോയതുപോലെയൊന്നും അല്ല, അത്ര തോടുകളൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷേ ഉള്ള തോടുകളൊക്കെ അത്യാവശ്യം വലിയ വലിയ തോടുകളാണ്. ഇതെല്ലാം നെയ്യാറിൻ്റെ കുഞ്ഞു കുഞ്ഞു പോഷക നദികളാണ് കേട്ടോ. രാവിലെ ഇതാ കയറിയപ്പോൾ തന്നെ കുളയട്ടകൾ കണ്ടോ. ഇപ്പം ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ ട്രക്കിങ്ങിന് വരണോണ്ടേ ഭയങ്കരമായിട്ട് കുളയട്ടകളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാലൊക്കെ ഇപ്പം ഈ കാട്ടിനുള്ളിലൂടെ നടന്ന് കിടന്നേ ഈ കുളയട്ടയുടെ ഇൻഫെക്ഷനും ആയി വരണുണ്ട് കേട്ടോ കാലിലൊക്കെ. അപ്പോൾ അതിനെന്തെങ്കിലും നമ്മൾ കാട്ടിലുള്ള എന്തെങ്കിലും മരുന്ന് എനിക്ക് ചെയ്യണം. ഈ ഒരു കാട് എങ്ങനെയുണ്ട്, അതും മഴയൊക്കെ പെയ്തേ ഇങ്ങനെ നിൽക്കണ ഈ ഒരു സമയത്തിന് ശേഷം ഈ ഒരു കാടൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാവോ. നമ്മൾ ശരിക്കും അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്ത് വരണം. ഇതിൻ്റെ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ കാണണമെങ്കിലേ. ഇത് കണ്ടോ, ഇതും ഇതാ പുലി കണ്ടോ, പുലി തേച്ച് വെച്ചിരിക്കുന്നതാണ്. പുലി വന്നു പോയതിൻ്റെ അടയാളമാണ് കണ്ടോ. പുലിയാണോ ആനയാണോ എന്ത് മൃഗമാണെന്ന് ഒരു പിടുത്തവുമില്ല. അവിടെ കണ്ട കാൽപ്പാട് അത് പുലിയുടെയാണ്. അപ്പം വളരെ സൈലൻ്റായിട്ട് നമ്മൾ യാത്ര ചെയ്ത് കാട്ടിനുള്ളിലൂടെ പോകണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെയാണ് കേട്ടോ. ഈ വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കണമെങ്കിൽ അത് നമ്മൾ നിശബ്ദമായിട്ട് തന്നെ പോകണം കേട്ടോ. ഒരു മരം നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മരത്തിനെയൊക്കെ പൂജ ചെയ്യുന്നു എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ് കണ്ട, ഇവിടെ പൂജ ചെയ്യുന്ന സ്ഥലമാണ് കണ്ട ഈ ഒരു മരത്തിനകത്ത്. അപ്പം ഞാനിവിടെ ഒന്ന് മരത്തിനെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ് ശരിക്കുമുള്ള ദൈവങ്ങളെന്ന് പറയുന്നത്. ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രകൃതി ഇല്ല എങ്കിൽ നമ്മൾ ഒറ്റ മനുഷ്യരില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഈ പ്രകൃതിയാണ് യഥാർത്ഥ ദൈവങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രകൃതിക്ക് വേണമെങ്കിൽ നമ്മളെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഇല്ലാതാക്കാൻ പറ്റും. മറ്റ് ദുരന്തങ്ങളെ കാട്ടിയൊക്കെ അപ്പുറം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം തീരും കേട്ടോ. അത്രയും തേര് കയറി വന്നപ്പോൾ അവിടെ അത്രയുമാണ് നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, അവിടെ അത്രയും മാത്രമാണ് നമുക്ക് കുറച്ച് നിരപ്പായിട്ടുള്ളത്. പിന്നെയും നമ്മൾ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഫുള്ളും കല്ലൊക്കെയാണ് കേട്ടോ. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടൊക്കെ വെട്ടി മാറ്റിയിട്ട് ഈ വഴിയിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് മുറിച്ച് മാറ്റി കളയുമ്പോൾ അത് വർഷങ്ങളൊക്കെ ആകുമ്പോൾ ഈ മരങ്ങളുടെ ആ ഒരു മൂടൊക്കെ ചെത്തുപോകും, അതായത് ഉണങ്ങിപ്പോവും. അങ്ങനെ വരുമ്പോൾ ഈ മണ്ണിനെ പിടിച്ചു നിർത്താനായിട്ട് മരങ്ങളുടെ വേരുകളും ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇതാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഈ വെള്ളം ഒലിച്ച് പോവുകയും അങ്ങനെ വരുമ്പോഴാണ് ഇതാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം താഴെ ഇരിക്കുന്ന കല്ലുകൾ മണ്ണ് ഒലിച്ചൊലിച്ച് പോകും തോറും ഈ താഴെ ഇരിക്കുന്ന കല്ലുകളെല്ലാം പുറത്താവും. അപ്പോൾ അങ്ങനെയാണ് ഇതുപോലെ കട്ടറാവണത് കേട്ടോ. ഈ വഴിയിൽ കണ്ട അധികം മരങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഈ വഴി മാറി അകത്തേക്ക് കാണിച്ചു തരാം. ഇതകത്ത് കണ്ട ഇവിടെ മരങ്ങളും വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അധികം മണ്ണൊലിപ്പ് പോകത്തില്ല. മണ്ണൊലിപ്പ് അവിടെ തന്നെ പിടിച്ചു നിർത്തും. ഇവിടെ ഈ വഴിയിൽ മരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പൊക്കെ എടുത്ത് വേരുകളും കല്ലുകളും ഒക്കെ വെളിയിലാവും കേട്ടോ. ഇപ്പോൾ സമയമുണ്ടല്ലോ, സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി കഴിഞ്ഞപ്പോൾ കൂട്ടത്ത് വരുന്ന ഒരുപാട് യാത്രക്കാരുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഗൈഡായിട്ടല്ല വന്നത്. ഞാൻ ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഗസ്ത്യാർകൂടത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ കൊണ്ട് ഇവിടെ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ടി ഞാൻ ഇന്നലെ വന്നതാണ്. അതിന് വേണ്ടി ഏകദേശം 850 രൂപയുള്ള ഒരു ലോഡ് ഞാൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അരിയും കടലയും കൂടെയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയില്ല. പിന്നെ വിചാരിച്ചു ഇവിടെ വന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനോഹരമായിട്ടുള്ളൊരു അഗസ്ത്യാർകൂടം യാത്രയുടെ ഒരു എപ്പിസോഡ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, അഗസ്ത്യാർകൂടത്തേക്ക് തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. കയറ്റവും ഇറക്കവും അതും ഈ ഒരു ഉൾക്കാട്ടിലൂടെ. ഒറ്റ മനുഷ്യനില്ല എൻ്റെ കൂടെ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. പുറകിൽ എനിക്ക് തോന്നുന്നൊരു 2 കിലോമീറ്റർ പിറകിൽ ആൾ കാണും. പിന്നെ അത് കഴിഞ്ഞ് മുന്നിൽ നമ്മുടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് പോയിട്ടുണ്ട്.
അദ്ദേഹം ഒരുപാട് ദൂരം അങ്ങ് മുന്നിൽ പോയി കേട്ടാ. കണ്ട ഓരോ പാറാക്കൂട്ടങ്ങളിരിക്കുന്നത് എന്ത് രസമാണെന്ന് കണ്ട. അതുപോലെ ഈ കാടുകളും ഈ വള്ളിക്കുടിലുകളൊക്കെ എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഇത്രയും ഉള്ളിനകത്ത് കാഴ്ചകളുണ്ട്, ഉൾക്കാട്ടിനുള്ളിലെ കാഴ്ചകൾ കണ്ട എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഈ ഒരു ഉൾക്കാട്ടിനകത്തേക്ക് പോകുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഭയങ്കര കൊളയട്ടയുടെ ശല്യമാണ്. പിന്നെ ഭയങ്കരമായിട്ട് വലിയ മഴ ഇന്നലെ വന്ന് പെയ്തിട്ട് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറവായിട്ടുണ്ട് കേട്ടോ. ഇതുവരെയ്ക്കും അധികം ഒന്നും കയറിയിട്ടില്ല, കുഞ്ഞു കുഞ്ഞ് കൊളയട്ടകളൊക്കെ കയറിയിട്ടുള്ളൂ. പക്ഷേ എന്തായാലും ഉൾക്കാട്ടിനകത്തേക്ക് കയറാൻ വയ്യ. നമ്മൾ വഴിക്ക് സൈഡിലൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊരു കുഞ്ഞ് ഇറക്കമാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇറക്കം കയറ്റം ഇതാണ് അവസ്ഥ. നമ്മളിത് അടുത്തൊരു കുഞ്ഞു പുഴയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം നെയ്യാറിൻ്റെ പോഷക നദികളാണ് ഈ കാണുന്ന പുഴകളത്. അപ്പോൾ ഇതും നമ്മൾ ഒഴുകിയാണ് താഴെ നമ്മുടെ അതിരുമല ഫോറസ്റ്റ് ഓഫീസിന് താഴെയാണ് ചെല്ലുന്നത്. നമ്മുടെ ട്രക്കിംഗ് കേന്ദ്രം ഉണ്ടല്ലോ, നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനൊക്കെ താഴെയാണ് ഈ ഒരു പുഴയിൽ നിന്ന് പതിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ആ ഒരു പുഴയൊക്കെ കയറി ഇങ്ങ് വന്നിട്ടുണ്ട്, കുറച്ച് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉള്ള യാത്രകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വഴികൾ കണ്ട, ഗട്ടറെന്ന് പറയുന്നത് ശരിക്കും നാഷണൽ ഹൈവേ ഒന്നുമില്ല, ഇത് കാട്ടിനുള്ളിലെ വഴികളാകുമ്പോൾ ശരിക്കും ഇത് ഇങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ. ഞാനേ ഇവിടെ എവിടെയെങ്കിലും ഒന്നും മിണ്ടാതെ നിന്ന് കാണിച്ചു തരാവേ. ഈ പ്രകൃതിയിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സൗണ്ടുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കേട്ടോ. ഈ ഒരു ചെടി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ മറ്റേ ഈ ദിനോസറിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് മറ്റേ ദിനോസർ കഴിക്കുന്ന ഫുഡ് ഐറ്റം ഉണ്ടല്ലോ, ആ സംഭവമാണ് ഈ കാണുന്ന ചെടി. ഉണ്ടോ ഇത്? ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് ആമസോൺ കാടുകളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് കണ്ടത്, ഈ കാണുന്ന ഈ ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ കണ്ട ഒരു ആൽമര നിൽക്കുന്നുണ്ടോ? എന്ത് രസമാണെന്ന് നോക്കി, ഒരു ആൽമര നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, ആ ഒരു ആൽമര കണ്ടോ, എന്ത് രസമാണെന്ന് അറിയാവോ? കാട്ടുകോഴി വിളിക്കുന്ന ശബ്ദം കേൾപ്പിച്ച് തരാവേ. ഇപ്പോഴേ വിളിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ വളർത്തുന്ന കോഴിയല്ല കേട്ടാ. കേട്ടോ, അതാണ് കാട്ടുകോഴിയുടെ ശബ്ദം. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോണേ, അതാണ് കാട്ടുകോഴിയുടെ ശബ്ദം. നേപ്പാളോ പാകിസ്ഥാനോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഏതോ ഒരു രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ മയിൽ പോലെ തന്നെ ഭയങ്കര കൊല്ലാനും ഒന്നിനും പറ്റാത്ത നിയമമുള്ള ഒരു മൃഗമാണ് ഈ ഒരു കാട്ടുകോഴി എന്ന് പറയുന്നത്. പാകിസ്ഥാനോ നേപ്പാളാണെന്ന് തോന്നുന്നു, അവരുടെ ദേശീയ പക്ഷിയാണ് ഈ കാട്ടുകോഴി എന്ന് പറയുന്നത്. മുകളിലിവിടെ ഒരു കാട്ടിലുണ്ട് കേട്ടോ ഒരു കാട്ടുകോഴി. ഇവിടെ കണ്ടോ ഒരു മരം വീണ് കിടക്കുന്നത്, ഇതെല്ലാം കാറ്റൊക്കെ അടിക്കുമ്പോൾ വീണതാണ് കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പോൾ അടുത്തൊരു മനോഹരമായിട്ടുള്ളൊരു നിരപ്പാർന്നൊരു പ്രദേശത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും എന്നെ കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കാട്ടിനുള്ളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ കാട്ടിനകത്തുകൂടെ പോകുമ്പോൾ കാട്ടിൻ്റെ കാഴ്ചകൾ മാക്സിമം കാണിച്ചു തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കുറച്ചിട്ട് കൂടുതലും കാട്ടിലെ കാഴ്ചകൾ തന്നെ കാണിച്ചു തരുന്നത്. വഴികളും കാട്ടിലെ ചെടികളെയൊക്കെ പറ്റി പറയാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അതായിരുന്നു വഴി. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു നിരപ്പാർന്നൊരു പ്രദേശമാണ് കണ്ടോ. കഴിഞ്ഞ മുമ്പത്തെ ട്രക്കിങ്, അതായത് 2022 ട്രക്കിങ്ങിൽ നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് പോയിട്ട് വന്നപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ ഒരു പുലി വിളിക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു. അങ്ങനെ ഞങ്ങൾ ഓടയൊക്കെ ചെയ്തത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് വരും ഞങ്ങൾ അന്ന് ഓടിയത്. അപ്പോൾ ഞാൻ കണ്ട വഴിയിൽ കാണിച്ച് തന്നത് കണ്ടോ, വഴിയിൽ കാണിച്ച് തന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുലിയുടെ കാൽപ്പാടും ഒക്കെയാണ്. നമുക്ക് ഇനിയും അങ്ങോട്ട് പോകുമ്പം പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കാണിച്ചു തരാവേ. ആനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ തീ ഉണ്ടല്ലോ, മരക്കമ്പിളൊക്കെ കൊണ്ടിട്ട് തീയൊക്കെ കൂട്ടിയിടും. അപ്പം ആനകൾ വരാനായിട്ടുള്ള സാധ്യതയില്ല. അത് കൂടുതലും ഈ സീസൺ സമയത്താണ് ആനകളൊക്കെ കൂടുതൽ ഇറങ്ങുന്നത്. അങ്ങനെ ആ ഒരു സീസൺ ആകുമ്പോഴാണ് അവിടെ നമ്മൾ തീയൊക്കെ കത്തിച്ചിടുന്നത്. അപ്പോൾ ഒരുപാട് യാത്രക്കാർ ഡെയിലി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് തീയൊക്കെ ഇടും കേട്ടോ. അടുത്ത അപ്പുറത്തൊരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കണത്, ഞാൻ കേൾപ്പിച്ചു തരാവേ. ഈ ഒരു കാട്ടിലൂടെ നടക്കുമ്പോണ്ടല്ലോ, ഒന്നാമത് നമുക്ക് കിട്ടുന്നത്
മനസ്സിനൊരു ആശ്വാസം. നല്ല തണുപ്പുണ്ട്, പിന്നെ മനസ്സിനൊരു ആശ്വാസം. നമ്മൾ ഈ ഒരു കാട്ടിനകത്തൊക്കെ കയറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു ലോകത്തൂടെയൊക്കെ പോകുന്നൊരു ഫീലാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും നമ്മുടെ കുറേ മനസ്സിലുണ്ടാകുന്ന കുറേ വിഷമങ്ങളൊക്കെ നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ മാറിക്കിട്ടും. അത് വലിയൊരു സത്യവുമാണ്, വലിയൊരു സംഭവമാണ് ശരിക്കും അത്. ഇവിടെ നിന്നപ്പം കുറച്ച് കിളികളെ സൗണ്ട് കേൾപ്പിച്ചു തരാവേ, കേട്ടോ. ഇതൊരു കുഞ്ഞു പുഴയാണ്, ഇതായി താഴെ കൂടെ പോകുന്നത്. അപ്പം നമ്മളൊരു പുഴയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം നമ്മളിപ്പോൾ നടന്ന് കാണാം. അതിൽ കൂടുതലൊന്നും നടന്നില്ല, ഒരു 2.5 കിലോമീറ്റർ അത്ര ദൂരം മാത്രമേ നമ്മൾ നടന്നിട്ടുണ്ടാവുള്ളൂ. അതിന് കൂടുതലൊന്നും നമ്മൾ നടന്നിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഈറമുളയുണ്ടല്ലോ, ഈറ്റ ഒരു പ്രായമാകുമ്പോഴേ അതിങ്ങനെ പട്ടുപോകും. പട്ടെന്ന് വെച്ചാൽ ഉണങ്ങിപ്പോകും. കേട്ടോ, അത് ഈ കാട്ടുതീ വന്നിട്ടൊന്നുമല്ല, അതിനൊരു പ്രായമുണ്ട്. അതാവുമ്പോൾ അതെല്ലാം ഇങ്ങനെ പട്ടുപോകും. അങ്ങനെ ഈറ്റ ഇങ്ങനെ പട്ടുപോകുന്ന സമയത്താണ് ഈ കടുവ കൂടുതൽ ഇറങ്ങി വരുന്നത് എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു കുഞ്ഞു പുഴയാണ്. ഞാൻ ഇവിടുത്തെ ഒരു പുഴയുടെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാവേ, കേട്ടോണേ, കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു കുഞ്ഞു പുഴയും കവർ ചെയ്തു. അപ്പോൾ ആ ഒരു കുഞ്ഞു പുഴ കവർ ചെയ്തിട്ട് അതിന് മുന്നിലൂടെ തന്നെയാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന ഈ ഒരു വഴിയുള്ളത്. അപ്പോൾ ഇതാ ഇവിടെയും കണ്ട വഴിയിലൂടെയാണ് പുഴ ഒഴുകുന്നത്. ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ തണുപ്പ്. കാരണം ഈ നമ്മുടെ കേരളത്തിലെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. അപ്പം 1800 മീറ്റർ, ഏകദേശം 6000 അടി ഉയരത്തിലാണ് ഈ ഒരു അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം തണുപ്പ് നമുക്ക് അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്ന റൂട്ടിലും അതുപോലെ അഗസ്ത്യാർകൂടത്തിന് മുകളിലും നമുക്ക് അനുഭവപ്പെടും കേട്ടോ. ഈ ഈറമുള ഉണങ്ങി പോകുന്ന സമയത്താണ് ഈ കടുവ ഏറ്റവും കൂടുതലും ജനവാസ മേഖലയിലൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉള്ളതെന്നാണ് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അതിൽ സത്യവും കാണുമായിരിക്കാം. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. ഈ പോകുന്ന ചേട്ടൻ കോഴിക്കോട് നിന്ന് അഗസ്ത്യാർകൂടം ട്രക്കിങ് കയറാൻ വേണ്ടി വന്നിട്ടുള്ള ചേട്ടനാണ്. ചേട്ടാ എത്ര വരെ വന്നിട്ടുണ്ട്? 5 ആഴെന്നല്ല, ഞാൻ കുറച്ച് കയറി വന്നിട്ടുണ്ട്, കുറച്ച് കയറി. അപ്പോൾ ഇതാ ഇവിടെ വരുമ്പോൾ നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റും കേട്ടോ. അത് ആ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും കയറി പോകേണ്ടത് ഈ കാണുന്ന വഴിയിലൂടെയാണ് അഗസ്ത്യാർകൂടത്തേക്കുള്ള യാത്ര ചെയ്യേണ്ടത്. വളരെ കഠിനമായിട്ടുള്ള യാത്രയാണ് ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് കയറി പോകുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ കുറച്ച് കയറി വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് മുകളിലുള്ളത് നാടുകാണിപ്പാറ എന്ന് പറയുന്ന ഒരു പാറയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. വഴികളൊക്കെ ഒരുപാട് കഠിനമാണ്. നമ്മൾ ഈ അഗസ്ത്യാർകൂടത്തേക്ക് കയറി പോകുന്ന വഴികളൊക്കെ ഉണ്ടോ, വഴിയിലൂടെയാണ് ഈ കുഞ്ഞ് കൈത്തോടുകളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും കയറി പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ ബുദ്ധിമുട്ടുള്ള ഇത്രയും സ്ഥലം കയറി കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് നാടുകാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. നാടുകാണിപ്പാറ എന്ന് പറയുന്ന പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 1 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ നാടുകാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു പാറയിലാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ആ കാണുന്നത് കണ്ട, അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള നെയ്യാർ ഡാമിൻ്റെ റിസർവോയറും അവിടുത്തെ ഭാഗങ്ങളാണ്. പിന്നെ ആ കാണുന്നത് കാളിമല, കുരിശുമല, കൊണ്ടകെട്ടി, ആ കാണുന്ന 3 പാറകൾ. പിന്നെ ഇതാ ഇവിടെയാണ് അഗസ്ത്യാർകൂടം ഇരിക്കുന്നത്. ഇത് പൊങ്കാലപ്പാറയുടെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ മുമ്പിൽ ആദ്യം ഒന്ന് കയറി വന്ന ചേട്ടന്മാരാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. ചേട്ടാ പേരെന്ന് പറഞ്ഞാണ്? ഫഹദ്. സ്ഥലം എവിടെയാണ്? മാഹി, നമ്മളെ തലശ്ശേരി മാഹി. ചേട്ടാ പേരെന്ന് പറ? പേര് വിഷ്ണു, സ്ഥലം ആലപ്പുഴ. ചേട്ടാ നെയിം? സാരനാഥ്, മാംഗ്ലൂർ. ഓക്കെ, മാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ, കർണാടകയിൽ നിന്ന് വന്ന ചേട്ടനാണ്. അപ്പോൾ ഇതാ ആ ചേട്ടൻ കോഴിക്കോട് നിന്ന് വന്നതാണ് കേട്ടോ, കോഴിക്കോട് നിന്നിട്ടുള്ളൊരു ചേട്ടനാണ്. നാടുകാണിപ്പാറയിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഇത് അങ്ങ് കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയാണ് കേട്ടോ, ആ കാണുന്ന മൊത്തം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്നും നാടുകാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു പാറ വരെ നമ്മൾ വന്നിട്ടുണ്ട്.
അപ്പം ഇതുവരെ വെച്ചിട്ട് നമ്മുടെ എപ്പിസോഡ് നമ്മളങ്ങനെ നിർത്തുകയാണ്. കാരണമെന്ന് പറയുമ്പം ഇനിയും ഇവിടുന്ന് കുറേ നമ്മുടെ വീഡിയോസിനകത്തുണ്ട്. കാരണം ഇനി അടുത്ത് വരാൻ പോകുന്നത് നാടുകാണിപ്പാറയിൽ നിന്നും പൊങ്കാലപ്പാറ വഴി അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്ന എപ്പിസോഡുകളാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഒരുപാട് ലോങ് ആവും, ഏകദേശം 1 മണിക്കൂറിലും കഴിഞ്ഞു പോകും അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് വരുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാടുകാണിപ്പാറയിൽ വെച്ചിട്ട് നമ്മൾ എപ്പിസോഡ് അങ്ങനെ നിർത്തിയത്. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള അഗസ്ത്യാർകൂടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അതുപോലെ തന്നെ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഞാൻ നെറ്റ്വർക്ക് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി, പല ഊരുകളിലും പോയി പല മലയ്ക്കൊക്കെ കയറി നിന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ടവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ ഇവിടെയൊന്നും റേഞ്ച് ഇല്ല, ഒരു കട്ട റേഞ്ചൊക്കെ കിട്ടുന്നുള്ളൂ. വീട്ടിലിരുന്ന് ലൈവൊക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ടവർ ഓപ്പൺ ആക്കിയപ്പം. ടവർ വീടിൻ്റെ താഴെ കുറച്ച് താഴേക്ക് ഇറങ്ങിയാലേ നല്ല റേഞ്ച് കിട്ടുള്ളൂ, അതിലൊന്നും ലൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് വീടിൻ്റെ റൂമിനകത്ത് എവിടെയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നാലേ റേഞ്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരുടെ കമൻറ്റിന് റിപ്ലൈ ഉണ്ടായിരിക്കും, അതുപോലെ നല്ല എപ്പിസോഡുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ സുഹൃത്തുക്കളെ.